വർഷമായി. 2.5-3 വയസ്സ് മുതൽ പഠിക്കും. 3 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങി. ഈ സ്റ്റേജ് ഷോ ഒക്കെ കണ്ടിട്ട് കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞല്ലോ. ഇടയ്ക്കിടയ്ക്ക് കമന്റിലൊക്കെ കാണാറുണ്ട് ഞാൻ. സാധാരണ ഈ ബോ പൊട്ടുമ്പോൾ എൻ്റെ അപ്പൻ ഇങ്ങനെ നെഞ്ച് കയ്യിൽ വെച്ചിരിക്കും. ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞാൽ ഞാൻ 6 വയസ്സിലാണ് സ്റ്റേജിൽ കയറി. 6 വയസ്സിൽ എനിക്ക് കുഞ്ഞായിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയില്ല. അമ്മ എനിക്ക് വേണ്ട, എനിക്കിവിടെ നിൽക്കണ്ട, എനിക്ക് പറ്റത്തില്ല, എനിക്കിവിടെ വീട്ടിൽ കൊണ്ടു, എനിക്ക് വിശക്കുന്നു എന്നൊക്കെ പറയും. ഇതിലേ വാ ഇതിലേ വാ. ഒരുപാട് പേര് ഇറങ്ങിപ്പോവാനൊക്കെ പറഞ്ഞു, ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് ഇറങ്ങിപ്പോ എന്താ. അപ്പൊ അഭി എന്നാലും ഇവരെന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. അമ്മയ്ക്ക് വിഷമായിരിക്കും, ഇതിപ്പോ എവിടെ നിന്ന് കിട്ടി, അതൊക്കെ കിട്ടി. എൻ്റെ ഒരുപാട് പീസസ് ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യണം. അങ്ങനെ എൻ്റെ മ്യൂസിക് പലരിലും എല്ലാവരും ലോകം ഫുള്ളും അറിയണമെന്ന് ഒരാഗ്രഹമുണ്ട്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. ഹലോ ആൻഡ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു കൊച്ചു പിടിക്കുകയാണ്. ഇൻസ്റ്റഗ്രാം ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 റീല് സ്ക്രോൾ ചെയ്ത ഒരെണ്ണം ഇദ്ദേഹത്തിൻ്റെ ആയിരിക്കും. അപർണ, വെൽക്കം. താങ്ക് യു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. 10th-ലാണ്. നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഇത്തിരി കൂടെ വലിയ കുട്ടിയാണെന്ന് തോന്നുമെങ്കിലും നമുക്ക് നേരിട്ട് കാണുമ്പോൾ കുഞ്ഞു കുട്ടിയാ അല്ലെ? ഇത്ര നേരം സംസാരിച്ചിരുന്ന പോലെ സംസാരിക്കേ, കുറച്ചുകൂടെ ആക്റ്റീവ് ആവട്ടെ, പോരട്ടെ. അപ്പൊ എന്തായാലും ആദ്യത്തെ ഒരു ടെൻഷനൊക്കെ മാറാനായിട്ട് നമുക്കൊരു സോങ് സ്റ്റാർട്ട് ചെയ്യാം. ഏത് സോങ്ങാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? വിജയ് സേതുപതിയുടെയും നിത്യമേനോന്റെ ഒരു. ഓക്കെ, അപ്പൊ ഒന്ന് എനർജി ആവട്ടെ. അടിപൊളി. ആഹാ, എത്ര വയസ്സ് മുതൽ പഠിച്ചതാ? ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞു 13 വർഷമായി. ഇപ്പൊ 2.5-3 വയസ്സ് മുതൽ പഠിക്കും. 3 വയസ്സ് മുതൽ പഠിച്ചു തുടങ്ങി. അടിപൊളി. തുടക്കത്തില് ഗിറ്റാറായിരുന്നു. അപ്പനായിരുന്നു ഇതിനോട് കൂടുതൽ താല്പര്യമാണ് അപ്പന്. അപ്പം അങ്ങനെ അപ്പൻ ക്ലാസ്സിനെല്ലാം പോകാറുണ്ട്. അപ്പം ഞാൻ വാശി പിടിച്ച് പുറകെ പോകാറുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ പോകുമ്പോ എനിക്കതിന് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ്. അപ്പൻ വായിച്ചു തുടങ്ങിയത് കേട്ട് കേട്ട് എനിക്ക് ഇൻട്രസ്റ്റ് അതിനകത്തോട്ട് ആയി. അപ്പൊ അങ്ങനെ ചേർത്തതാണ്. വയലിനില് ഫസ്റ്റ് ഗിറ്റാർ പഠിച്ചു തുടങ്ങി, ഇപ്പൊ വയലിൻ പഠിച്ചു. ഈ 10ാം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും നമ്മളെ ഏറ്റവും കൂടുതൽ ടെൻഷനും പ്രഷറൊക്കെ തരുന്ന ഒരു ഇതാണല്ലോ. 10ലാണ് പഠിക്കണം. പക്ഷെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോ ചെയ്തത് തന്നെ ഈ വർഷം തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെ രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകുന്നത്? ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടാണ്. അവിടുത്തെ സ്കൂളിലെ HM ആണെങ്കിലും എൻ്റെ ക്ലാസ് ടീച്ചർ ആണെങ്കിലും എല്ലാ ക്ലാസ് ടീച്ചറും ആണെങ്കിലും പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സും എന്നെ സപ്പോർട്ടാണ്. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ അവരുടെ അടുത്ത് പോവാം. അപ്പം നല്ല സപ്പോർട്ടിങ് ആയിട്ടുള്ള പേരൻസിനെ കിട്ടി, നല്ല ടീച്ചേഴ്സിനെ കിട്ടി. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. ഇപ്പൊ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഷോസ് ചെയ്യുന്നത് നമ്മുടെ തമിഴ്നാട്ടിലും ബാംഗ്ലൂരും അവിടെയൊക്കെ തന്നെയാണ് അല്ലേ? കുറച്ച് പഠിച്ചോ? അവരുടെ ഭാഷയൊക്കെ പഠിച്ചോ? കുറച്ചൊക്കെ അല്ല, അമ്മയ്ക്ക് അറിയാം. അപ്പൊ അമ്മ എല്ലാം പറഞ്ഞു തരാറുണ്ട്. അതെ, അമ്മയ്ക്ക് തെലുങ്ക്, തമിഴ് അങ്ങനെയുള്ള ഭാഷകളൊക്കെ അറിയാം. അപ്പൊ അമ്മ പറയുന്നത് വീട്ടിലൊക്കെ പറയാറുള്ള കേട്ട് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ ഒരു ഇൻട്രോ കൊടുക്കുന്നത്? തെലുങ്കിൽ എങ്ങനെയായിരുന്നു ഇൻട്രോ കൊടുത്തോണ്ടിരുന്നത്? തെലുങ്കിൽ ഇതുവരെ ഞാൻ അങ്ങനെയല്ല. തെലുങ്കിൽ ഇപ്പൊ അവർക്കാണെങ്കിൽ ഫുൾ ഇംഗ്ലീഷ് ആണ് അവര് പ്രിഫർ ചെയ്യുന്നത്. തമിഴില് ഞാനിങ്ങനെ വീഡിയോ ഇടുന്നുണ്ടായിരുന്നു, മക്കളെ എന്നൊക്കെ പറഞ്ഞത്. എന്താ സംഭവം? അത് ഞാൻ സ്റ്റേജ് ഷോയിലാണ്. അപ്പൊ ഞാൻ അവിടെ ആങ്കർ ഇടക്കിടക്കൊക്കെ ചേരുന്നുണ്ട്. അപ്പൊ ഞാൻ ആങ്കർ ചെയ്തതാണ്. എപ്പി ഇരിക്കീങ്ക നല്ല ഇരിക്കീങ്കളാ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അതൊരു കോളേജ് പരിപാടിയായിരുന്നു. അപ്പൊ അതിന് വേണ്ടി ചോദിച്ചതാ. ഈ സ്റ്റേജ് ഷോ ഒക്കെ കണ്ടിട്ട് കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞല്ലോ. ഇടക്കിടക്ക് കമന്റിലൊക്കെ കാണാറുണ്ട് ഞാൻ. വലിയൊരു കോമഡി. അതെ, ഇതുപോലെ മെസ്സേജസ് ഒക്കെ വരുമോ? ആർക്കും അറിയത്തില്ലായിരിക്കുമല്ലോ, ഇത്ര ചെറിയ ആളാണെന്നൊന്നും അറിയാതൊക്കെ മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടായിരിക്കുമല്ലോ. അതെല്ലാം പാരന്റ്സ് ആണ് മാനേജ് ചെയ്യുന്നത്. അക്കൗണ്ടൊക്കെ അമ്മ അച്ഛനും മാനേജ് ചെയ്യുന്നത്. അടിപൊളി. ഈ
ഞാൻ വീഡിയോസ് ശ്രദ്ധിക്കുന്ന കൂട്ടത്തിൽ റീസെന്റ് ഇട്ട ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ വായിക്കുന്ന ഈ സ്റ്റിക്കിന് പറയുന്ന പേരെന്താ? ബോ. അപ്പൊ ഇതിന്റെ ഇത് മൊത്തം പൊട്ടിയിട്ട് ഈ ഹെയർ ഫുൾ ഇങ്ങനെ ഇങ്ങനെ പോയത് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്ത് പൊട്ടിയതാണ്. ഞാൻ ആദ്യം വിചാരിച്ചു എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ കമന്റ്സ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഹെയർ പൊട്ടിയതാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ടോ? അത് മിക്കവാറും എല്ലാ പരിപാടിക്കും പോകുമ്പോ ഇടയ്ക്ക് കിട്ടാറുള്ളത്. എന്താ സാധാരണ ഈ ബോ പൊട്ടുമ്പോ എൻ്റെ അപ്പൻ ഇങ്ങനെ നെഞ്ച് കയ്യിലൊരുക്കുക. മറ്റേ എന്താ പിന്നെയും ബോയിന്റെ ഹെയർ സ്റ്റൈൽ ഇടണമല്ലോ. അപ്പൊ എനിക്കും പൊട്ടുന്നതിനോട് ഭയങ്കര എനിക്ക് സങ്കടമാകും പെട്ടെന്ന് കഴിയുമ്പോ. നമ്മുടെ കാര്യം പൊട്ടുമ്പോ ഒരു സങ്കടം ഉണ്ടാവുമല്ലോ. ഇത് ഇങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പൊട്ടുമ്പോഴത്തേക്ക് സ്റ്റേജിൽ ഇങ്ങനെ പാനിക്കാവോ? ഇങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് വായിക്കാൻ നമുക്ക് കുഴപ്പമൊന്നുമില്ല, വായിക്കാം. പക്ഷെ ചിലപ്പോ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കുടുങ്ങിയ പ്രശ്നം ഉണ്ടാവും. പക്ഷെ അത് വരാറില്ല ഇതുവരെ, വന്നിട്ടും ഇല്ല. ഇത് എന്താ, ഇത് എന്താ മെറ്റീരിയൽ, എന്താ സംഭവം? ഇത് ഹോൾസ്റ്റൈലാണ്, കുതിരവാൽ. അതിന്റെ ഇത് മുടികള് അതന്നെ. അപ്പൊ എല്ലാം ഇത് തന്നെയാണോ? എല്ലാവരും ഇതാണോ യൂസ് ചെയ്യുന്നത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത് മാത്രമാണോ മാർക്കറ്റിൽ കിട്ടുന്നത്, അതോ ഇതിന്റെ? അല്ലല്ല, ഇതിന്റെ പ്ലാസ്റ്റിക് കിട്ടാറുണ്ടാവും. അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടാവും. ഞാൻ ഇതുവരെ എന്റെ കയ്യിൽ കിട്ടിയത് ഇതായിരുന്നു. അതെ. ഈ സ്റ്റേജിലൊക്കെ ഇതുപോലെ ഒരുപാട് ഓഡിയൻസിന്റെ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുക. ഫസ്റ്റ് ഇപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇച്ചിരിയൊക്കെ ടെൻഷനൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്നൊക്കെ. ഫസ്റ്റ് ഷോ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സ്റ്റേജിൽ കയറുമ്പോൾ ഇതൊക്കെ അങ്ങ് മറക്കുമോ? ഫസ്റ്റ് ഷോ എന്ന് പറഞ്ഞാൽ ഞാൻ 6 വയസ്സിലാണ് സ്റ്റേജിൽ കയറിയത്. 6 വയസ്സില് എനിക്ക് കുഞ്ഞായിരുന്നു, എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഇങ്ങനെ ലൈവായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ മാനേജ് ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ ചോദിച്ചത്. അതന്നെ, ഞാൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഒറ്റക്കാണ് ചെയ്തത്. പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ടീമുണ്ട് എനിക്കിപ്പോ. എനിക്കൊരു ടീമുണ്ട് സ്വന്തമായിട്ട്, 40ഓളം ആൾക്കാരുണ്ട് അതിനകത്ത്. എന്താ അങ്ങനെ കുറെ. ഞാൻ ഒരു വീഡിയോയുടെ ഇങ്ങനെ ക്യാപ്ഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ ഒപ്പം പേടിയില്ലേ, അപ്പൊ ഈ ചെണ്ട ടീം അത്ര നല്ല കെയറിങ് ആണ്, സപ്പോർട്ടിങ് ആണെന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് എന്താണ് പറയുക? നിങ്ങളുടെ ഒരു ഫുൾ ടീമിനെ കുറിച്ച് പറയോ? ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ടീമാണ്. ഓരോ ടീമും എനിക്ക് എല്ലാം കുറേ ആൾക്കാർ ചെണ്ട ടീമാണ്, എൻ്റെ കുറച്ച് ഫ്യൂഷനാണ് ഞാൻ കൂടുതൽ ഇപ്പം ഇതുവരെ പോകാറുള്ളത്. എന്താ എല്ലാ ടീമുകാരും എന്നെ വളരെ കെയറോടെയാണ്, എന്നെ ഒരു കുഞ്ഞനീത്തിയെ പോലെയാണ് അവർ കാണുന്നത്. കുഞ്ഞനീത്തി ആണല്ലോ, എന്നാലും എന്താ സ്വന്തമാണെന്നല്ലേ കാണുന്നുള്ളൂ. അതൊരു വേറൊരു ഇതല്ലേ, എല്ലാവരും സ്വന്തമായിട്ട് കാണാം. പിന്നെ ഇതുവരെ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ അയൽവക്കമായിട്ടുള്ള ഒരു ടീം എന്ന് പറഞ്ഞാൽ ഒരു ടീമുണ്ട്, MK കലാസമിതിയാണ്. അതിനകത്ത് അഭിലാഷങ്ങളായിക്കോട്ടെ, എന്താ അജിയങ്ങളായിക്കോട്ടെ, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കും, ഞാൻ പറയുന്നത് കേൾക്കും. പിന്നെ കണ്ണൂർ ഭാഗത്തോട്ട് പോകുവാണെങ്കിൽ അവിടെയും കുറെ ടീമുണ്ട്, താണ്ഡവം ഉൾപ്പെടെ കുറേ ടീമുണ്ട്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് അമ്മയുണ്ട്, അപ്പനുണ്ട്, അനിയത്തിയുണ്ട്, ഞാനുണ്ട്. അനിയത്തിക്കും ഇതുപോലെ വയലിൻ വായിക്കോ? ഇൻട്രസ്റ്റ് ഉണ്ടോ? അവൾക്ക് ഇതെന്ന് പറഞ്ഞാൽ അലർജിയാണ്. അവൾക്ക് ഇതൊന്നും എന്റെ കൂടെ പരിപാടിക്ക് വരുന്നതായിക്കോട്ടെ, തുടക്കത്തിലൊക്കെ പരിപാടിക്ക് വിളിച്ചു വരും, അമ്മ എനിക്ക് വേണ്ട, എനിക്കിവിടെ നിൽക്കണ്ട, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി, എനിക്ക് വിശക്കുന്നൊക്കെ പറയും. പക്ഷെ എന്താ അതുകൊണ്ടാണ് കൊണ്ടുവരാത്തത്. എത്ര വയസ്സുണ്ട്? അവളിപ്പോ 6th പഠിക്കുക. കൊച്ചിനെ മുതലേ ഇത് കേട്ട് 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 അങ്ങനെ ആയിപ്പോയതായിരിക്കും. അവളുടെ മെയിൻ പാട്ടാണ് തുമ്പി പോയൊക്കെ. എന്താ അവള് എന്താ വയറ്റിൽ കിടക്കുമ്പോ തന്നെ കുറെ പാട്ട് കേൾപ്പിച്ചോണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കേട്ട് 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 ഇനി ഇതിപ്പോ സൗണ്ട് കേൾക്കണ്ടെന്നായി. അതെ, അവൾക്ക് എന്താ ആർട്സിനോടല്ല സ്പോർട്സിനോടാണ് താല്പര്യം കൂടുതൽ. ഓക്കെ, അപ്പൊ രണ്ടാള് 2 കാറ്റഗറിയാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കണ്ടേക്കുന്നത് കുറച്ച് വീഡിയോസ് ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ? അതിനകത്ത് നമ്മുടെ മനസ്സിൽ മിഥുന മഴ അത് ചെയ്തേക്കുന്നുണ്ടോ? അതൊന്ന് പ്ലേ ചെയ്യാമോ? ഇത് ശരിക്കും ഒരു സോങ് ചെയ്യാനായിട്ട് എത്ര സമയത്തെ പ്രാക്ടീസ് വേണം? ദിവസങ്ങളെടുത്ത് പ്രാക്ടീസ് ഒക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, ജസ്റ്റ് എന്താ കേൾക്കാത്ത പാട്ടാണെങ്കിൽ മിനിമം 10 മിനിറ്റ്.
മതി. ഇല്ല കേട്ട പാട്ടാണെങ്കിൽ ഇപ്പൊ എന്താ ചിലപ്പോ പറഞ്ഞ വായിക്കാൻ പറ്റും, പെട്ടെന്ന് തന്നെ വായിക്കാൻ പറ്റും. ഒരു 2 മിനിറ്റ് ഒക്കെ മതിയാവും. ഈ വയലിനിലോട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എപ്പോ മുതലാ വന്നത്? എന്താണ് എൻ്റെ ഒരു കരിയർ? സാധാരണ ഇത്ര ഇച്ചിരി കൂടെ വലിയ ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ കരിയറൊക്കെ ചൂസ് ചെയ്യാനായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കുഞ്ഞു കുട്ടിയാകുമ്പോഴത്തേക്ക് ഈ ഒരു ഇതാണ് എൻ്റെ കരിയർ എന്നുള്ള സംഭവം ചൂസ് ചെയ്തത് എങ്ങനെയാ? ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ അപ്പന് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താ അങ്ങനെ ഞാൻ അതിൻ്റെ കൂടെ പോയതാണ്. അപ്പോൾ പിന്നെ അവരും സപ്പോർട്ട് ആയതുകൊണ്ട് അങ്ങനെ പോകുന്നു. എനിക്ക് പിന്നെ ഇതിനോട് വലിയ താല്പര്യമാണ്. അതെ, ഫുൾ കംപ്ലീറ്റ്ലി ഇത് തന്നെയാണോ? വേറെ എന്തെങ്കിലും തന്നെ അല്ല, വേറെ ഒന്നും ആവണ്ട, എനിക്ക് ഇത് തന്നെ മതി മതി, അത്രേ ഉള്ളൂ. ഞാനൊരു സെഗ്മെന്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം, എനിക്കതിൽ സംസാരിക്കണ്ട, സോങ്ങിലൂടെ റിപ്ലൈ തന്നാൽ മതി. മനസ്സിലായോ? സംഭവം എത്തിയോ? ഞാൻ ഒരു സീൻ പറയാം, ആ സീൻ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലായി ഏതാ സോങ് ഓർമ്മ വരുന്നത്. സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സിറ്റുവേഷൻ പറയാം, ഇതാണ് സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ പെട്ടെന്ന് ഏത് സോങ് ആണോ മനസ്സിൽ വരുന്നത് അത് പ്ലേ ചെയ്താൽ മതി. ഇപ്പം ഒരു എക്സാമ്പിൾ ഇപ്പം എന്തെങ്കിലും പറയാം, ഇപ്പൊ ഒരു ഐസ്ക്രീം കിട്ടിക്കഴിഞ്ഞാൽ ഏത് സംഭവം വരുന്നോ അത് അപ്പൊ തന്നെ പ്ലേ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഒരു ഹാപ്പിനെസ് ആണെങ്കിൽ ഹാപ്പി സോങ് പ്ലേ ചെയ്യാം, സിറ്റുവേഷൻ അനുസരിച്ച് പ്ലേ ചെയ്താൽ മതി. ഓക്കെ. സ്റ്റേജിൽ കയറിയിട്ട് വയലിൻ വായിക്കുന്ന സമയത്ത് നോട്ട് തെറ്റിപ്പോയി, മനസ്സിൽ വരുന്ന സംഭവം പ്ലേ ചെയ്തു. ആഹാ, ഇത്രയുള്ള പരിപാടി. അടിപൊളി. ഇപ്പം ഈ വയലിനോട് ഏറ്റവും ദേഷ്യ അനിയത്തിക്കാണല്ലോ. അതായത് ഇത് സംഭവ പരിപാടി. അനിയത്തി ഇതെടുത്ത് ഒളിപ്പിച്ചങ്ങ് വെച്ചു, തപ്പിയിട്ടൊന്നും കിട്ടുന്നില്ല, മനസ്സിലൂടെ പ്ലേ ചെയ്യുന്ന സംഭവം കൊണ്ട് പ്ലേ ചെയ്തേര്. അതടിപൊളി. ഓക്കെ, പേയ്മെന്റ് വന്നു. നാളെ മാത്സിന്റെ എക്സാം ആണ്. ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ലല്ലോ. അതാ. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല, മിസ്മാര് ചിലപ്പോ. ഓക്കെ, ഇനി ഫുൾ ഇതൊരു മീമായിട്ട് കാണണേ. അങ്ങനത്തെ ഒരു സംഭവം, SSLCയുടെ റിസൾട്ട് വന്നു. ചിലപ്പോ ജയിച്ചാൽ എന്ത് ചെയ്യും? ചിലപ്പോഴും എന്തായാലും ജയിക്കൂലേ? ചിലപ്പോ ജയിച്ച എന്ത് ചെയ്യുമെന്ന്. എന്തായാലും ജയിക്കത്തില്ലേ? ജയിക്കും. അപ്പൊ ജയിച്ചു, ജിങ്കാലാലയാ ഇട്ടോ കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാലോ. ഫുൾ A+. ഫുൾ A+ഓ? ഒരുപാട് സ്റ്റേജസ് ഇപ്പൊ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. എണ്ണിട്ടുണ്ടോ എപ്പോഴെങ്കിലും എത്ര സ്റ്റേജ് പ്രോഗ്രാംസ് ആയി എന്നൊക്കെ? തുടക്കത്തിലെ കുഞ്ഞു പ്രായത്തിലൊക്കെ എണ്ണി നോക്കുമായിരുന്നു, പക്ഷെ കണക്ക് തെറ്റും അവസാനം. എന്നാലും ഒരു ഏകദേശം ഒക്കെ ഊഹിക്കാൻ പറ്റുമെങ്കിൽ? ഇപ്പൊ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോ അങ്ങനെ പറയാൻ പറ്റത്തില്ല എനിക്ക്. അത്രത്തോളം സ്റ്റേജ് പെർഫോമൻസ് ആയിട്ടുണ്ടോ? ഇപ്പൊ പേടിയുണ്ടോ സ്റ്റേജിലൊക്കെ കയറുന്ന സമയത്ത്? ആ പേടി എന്ന് പറഞ്ഞ സംഭവമൊക്കെ കംപ്ലീറ്റ്ലി മാറിയോ? പേടി ഇങ്ങനെ സ്റ്റേജ് കയറുമ്പില്ലേ, സംസാരിക്കുമ്പോ ഉണ്ടാവും. സംസാരിക്കുമ്പോ ഉണ്ട്. അപ്പൊ ഇവര് പ്ലേ ചെയ്യുന്നതിനേക്കാളും എപ്പോഴെങ്കിലും മൈക്കൊക്കെ തന്നു കഴിഞ്ഞാൽ ആ പേടി വരുന്നല്ലേ? ചിലപ്പോ സ്റ്റേജിൽ വരത്തില്ലായിരിക്കും, ചിലപ്പോ സ്റ്റേജിലാകുമ്പോ വരത്തില്ല. ബിക്കോസ് അവരായിട്ട് ഓഡിയൻസിന്റെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും എന്റെ പേടി. ഏറ്റവും എൻജോയ് ചെയ്തൊരു സ്റ്റേജ് പെർഫോമൻസ് ഏതായിരിക്കും ഈ റീസെന്റ് ഡേയ്സ് നോക്കുകയാണെങ്കിൽ? അത്ര അടിപൊളി ഓഡിയൻസ് ആയിട്ടുള്ള. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എല്ലാ സ്റ്റേജിലും അവര് തരുന്ന സപ്പോർട്ടാണ്. എല്ലാ സ്റ്റേജും ഒരേപോലെയൊക്കെ തന്നെയാണ് എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത്. പക്ഷേ കൂടുതലായിട്ട് ഇതുവരെ വൈക്കം ചെമ്പില് ഒരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയില് ആ റീലാണ് മറ്റേ കൊക്കരക്കോ. പ്ലേ ചെയ്താലോ നമുക്ക്?
സ്കൂളിലൊക്കെ ഇപ്പൊ എങ്ങനെ സ്റ്റാർ ആണോ? ഈക്വൽ ആയിട്ട് എല്ലാവരും കാണും, പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഐ ആം എ സ്റ്റുഡന്റ് അല്ലേ. എന്നാലും ഒരു കുഞ്ഞു ചേഞ്ച് ഒക്കെ ഉണ്ടാവുമല്ലോ നേരത്തേക്കാളും ഇപ്പോ കുറെ കൂടെ ആളുകളൊക്കെ അറിയുന്ന സമയത്തൊക്കെ. ഇങ്ങനെയൊന്നുമില്ല, ഇതുവരെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാലും പുറത്തോട്ടൊക്കെ യൂഷ്വലി ഇറങ്ങുന്ന സമയത്ത് എങ്ങനെയാ ആളുകളൊക്കെ വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ടോ? ആരെങ്കിലൊക്കെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. വരാറുണ്ട്. മനസ്സിലാവും. പിന്നെ എന്താ വയലിൻ, എന്നെ കൂടുതൽ പേര് കാണുമ്പോഴൊക്കെ വയലിന്റെ കൂടെ ആയിരിക്കുമല്ലോ, അപ്പൊ വയലിൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. വയലിൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യത കുറവാണ്, പക്ഷെ എന്നാലും ചോദിക്കാറൊക്കെ ഉണ്ട്. ഇങ്ങനെ വന്ന കൂട്ടത്തില് ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള ഒരു മെമ്മറി ഏതാ ഇങ്ങനെ ആളുകൾ വന്ന് സംസാരിച്ച കൂട്ടത്തില്? അങ്ങനെ എനിക്കിതൊരു ഓർമ്മ കിട്ടണില്ല. ഇല്ല. സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടോ? എന്താ ഒരു വട്ടം പറ്റി, ഡിസംബർ 31 ആദ്യത്തെ എന്താ അതൊരു അർത്തുങ്കൽ ബീച്ച് ഫെസ്റ്റ് ആയിരുന്നു, ആലപ്പുഴയിലെ ഒരു ബീച്ചിന്റെ ഫെസ്റ്റ് ആയിരുന്നു. അന്ന് ഞാൻ പരിപാടിക്ക് പോയി, സോളോ പെർഫോമൻസ് ആയിരുന്നു. എനിക്കൊരു 30 minutes ഫസ്റ്റ് കിട്ടി. അത് എന്താ സമയ പരിമിതി കാരണം എനിക്കത് പിന്നെയും കുറഞ്ഞ് എന്താ ഒരു 20 minute ആയി, അത് 10 minute ആയി, 5 minute ആയി. അവസാനം അത് വായിക്കാൻ തന്നെ പറ്റിയില്ല, ടെക്നിക്കൽ ഇഷ്യൂ കാരണം. സ്റ്റേജിലോട്ട് കയറി അവിടെ കയറിയിട്ട് സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. എന്താ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ട്രാക്കായിരുന്നു, സോളോ പെർഫോമൻസ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ടാബ് ഉണ്ടാവും, ടാബിൽ നിന്നാണ് പാട്ടൊക്കെ പ്ലേ ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിങ് എല്ലാം അതിനകത്തുനിന്നാണ്. അപ്പം അത് ഇട്ടിട്ട് കേൾക്കണില്ല, വയലിൻ കേൾക്കുന്നുണ്ട് പക്ഷെ അത് വരുന്നില്ല. ഓക്കെ. അപ്പോൾ ഒരു ടെക്നിക്കൽ ഇഷ്യൂ, അത് അത്രയും ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ഇറങ്ങിപ്പോവാനൊക്കെ പറഞ്ഞു, ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് ഇറങ്ങിപ്പോ എന്താ നോക്കുന്നില്ല ആളുകള്. അങ്ങനെയല്ല, അതുകൊണ്ടല്ല, എന്താ ഒരു പീക്കായിട്ട് നിൽക്കല്ലേ, ചിലപ്പോ ഒരു എന്താ അങ്ങനെ പീക്കായിട്ട് നിന്നപ്പോ ചേട്ടാ എന്താ ഒരു ഗ്യാപ്പ് വരുമ്പോ ഒരു ഡിലേ വരുമ്പോ അവർക്ക് ഒരു ഇറിറ്റേറ്റഡ് ഫീലിംഗ് ആയിരിക്കും. അല്ലാണ്ട് അങ്ങനെയല്ല, ഇറങ്ങിപ്പോന്നൊക്കെ പറഞ്ഞത് ലൈക്ക് അടുത്ത പരിപാടിക്കുള്ള ഇതല്ല. അപ്പം ബീച്ച് ഫെസ്റ്റ് ആണ്, ഓരോ പരിപാടി അടുത്തായിട്ട് പെട്ടെന്ന് കയറും. പിന്നെ DJ, എന്റെ പരിപാടി കഴിഞ്ഞാൽ ഉടനെ DJ അതിന് വെയിറ്റിംഗ് ആയിട്ടിരിക്കുക. അപ്പൊ അതിനാണ് ഇങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്നാണ് കരഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നത്. അന്ന് ബിക്കോസ് എന്താ ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കരഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു സ്റ്റേജ് അതായി. അയ്യോ. അത് ബിക്കോസ് നമുക്ക് എന്താ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോടെ എനിക്കെന്ന് വെച്ചാൽ എല്ലാ സ്റ്റേജും ഒരേപോലെയാണ്, എല്ലാം എനിക്ക് ഫസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്. എല്ലാ സ്റ്റേജിൽ കയറുമ്പോഴും ഒരേപോലെ പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത്, ഒരേപോലെ എല്ലാം ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് തന്നെ കണക്കാക്കിയിട്ട് തന്നെ കയറുന്നത്. അപ്പോൾ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം ചിച്ചിച്ചേട്ടൻ എന്നെ FM-ലോട്ട് കൊണ്ടുവന്നു. അതൊരു എന്തൊരു സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ഈ പോസിറ്റീവ് കമന്റ്സ് നമ്മൾ കൂടുതലും കണ്ടുള്ളത്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടോ? ഏകദേശം ഇടക്കിടക്കൊക്കെ ഞാൻ നോക്കാറില്ല, അമ്മയും അപ്പനൊക്കെ ആയിരിക്കും നോക്കാറ്, അവരായിരിക്കും ഡീൽ ചെയ്യുക. എങ്ങനെ പെട്ടെന്ന് ഈ നെഗറ്റീവ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ഉള്ളിലോട്ട് എടുക്കുന്ന കൂട്ടത്തിലാണോ, വിഷമം വരുന്ന കൂട്ടത്തിലാണോ? ഞാൻ ഈ വഴി കൂടി കയറ്റി ഈ വഴി കൂടി കളയും. അടിപൊളി, അങ്ങനെ വേണം. സത്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേരൊന്നും അങ്ങനെ അല്ല, ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങനെ കളയാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഏറ്റവും കൂടുതൽ വീട്ടിൽ ഈ കമന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കോൺഷ്യസ് ആവുന്ന ആരെങ്കിലും ഉണ്ടോ? അമ്മയാണോ? അമ്മയ്ക്ക് എന്താ അത് ആലോചിച്ച് ഇടക്കിടക്ക് പറയും, അബി എന്നാലും അവരെന്തിനാ എന്നെ അബി എന്നാണ് വിളിക്കുന്നത്, വീട്ടിലെല്ലാവരും അബി എന്നാണ് വിളിക്കുന്നത്, നിക് നെയിമാണ്. അപ്പൊ അബി എന്നാലും അവരെന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞു, അങ്ങനെ ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. അമ്മയ്ക്ക് വിഷമമായിരിക്കും. ഞാനിവിടെ വന്നപ്പോഴും ശ്രദ്ധിച്ചായിരുന്നു, എല്ലാം ഇങ്ങനെ അമ്മ ഇങ്ങനെ നോക്കി കുറെ തവണ സത്യം പറഞ്ഞാല് പറഞ്ഞപ്പോഴും അമ്മ പറഞ്ഞു ഈ സത്യം എന്ന് പറയരുത്. ഈ എല്ലാം സത്യം തന്നെയാ പറയുന്നത്. ഞാൻ ഇടയ്ക്ക് സത്യം ഇപ്പൊ എനിക്ക് ഇന്ന് വന്നേ തോന്നുന്നു വായില് വരുന്നത് സത്യം പറഞ്ഞാലെന്നുള്ള കാര്യം. എന്തായാലും സത്യം പറഞ്ഞ അങ്ങനെയാണെന്ന് സത്യമല്ലേ പറയുന്നെന്ന് അതാ ചോദിച്ചത്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മയെ കൂടുതൽ ശ്രദ്ധിക്കുന്നല്ലേ? അപ്പനും ശ്രദ്ധിക്കാറുണ്ട്, പക്ഷെ ഇപ്പോ എന്താ ഒരുപാട് കോളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് അമ്മയാണ് കൂടുതലും എല്ലാം ശ്രദ്ധിച്ചു പോവാറ്. ഞാൻ ഇങ്ങനെ കമന്റ്സ് കണ്ടപ്പോഴത്തേക്ക് ഈ മറ്റേ ചെണ്ടക്കാരുടെ കൂടെ നിൽക്കുന്നതിനകത്ത് അപർണയ്ക്ക് മാത്രം ഈ കൊട പിടിച്ചു തരുന്ന ഒരു സംഭവം കണ്ടു. അപ്പൊ കമന്റ്സ് ഉണ്ടായിരുന്നു, ഒരാൾക്ക് മാത്രം കൊട, അവരൊക്കെ വെയിൽ കൊണ്ടിട്ടല്ലേ നിക്കുന്നേ, അതൊക്കെ കിട്ടി. അത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ വയലിന് എന്താ ചിലപ്പോൾ ചൂടധികം പറ്റത്തുണ്ടാവില്ല, അങ്ങനെ ഒരുപാട് ഇത് ഇലക്ട്രിക് ഇൻസ്ട്രുമെന്റ് ആണല്ലോ, അപ്പൊ ഒരു പരിമിതി ഉണ്ടാവുമല്ലോ, തണുപ്പ് അത്രയ്ക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ AC വന്നപ്പോ തന്നെ
ഒരു പരിമിതി. എന്താ തണുപ്പ് അത്രയ്ക്കും പറ്റത്തില്ല, വെയിൽ അത്ര പറ്റത്തില്ല. വെയിൽ വന്നാൽ ചിലപ്പോൾ ലൂസ് ആവാൻ സാധ്യത ഉണ്ടാവും. മാത്രമല്ല ചിലപ്പോൾ വല്ല ബോൾട്ടോ അതേപോലെ എന്തെങ്കിലും ഒരു സാധനം ലൂസ് ആവാനും എന്തെങ്കിലും ടെക്നിക്കലായിട്ട് ഇഷ്യൂ നമ്മളായിട്ട് വരുത്തണ്ടല്ലോ. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഞാൻ കുറച്ച് മൂവീസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല ഹിറ്റ് ആയിട്ടുള്ള മൂവീസ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ അതിനകത്തുള്ള ഫേമസ് സോങ്സിന്റെയോ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്ത് തരാം. ഓക്കെ ആണോ? ഓക്കെ. ഫസ്റ്റ് വൺ മംഗളവാരം. ഓക്കെ. അടുത്ത് KGF. അടിപൊളി. അടുത്ത സോങ് തരട്ടെ, കാന്താര. ഓക്കെ. ഭ്രമയുഗം. അടിപൊളി. ഓക്കെ. അടുത്തത് ഭീഷ്മപർവത്തിലെ. ഏറ്റവും കൂടുതൽ ഈസി എങ്ങനെ, ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്യാനാണോ അതോ മെലഡി? ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഏത് ടൈപ്പ് സോങ്സാ? ഫാസ്റ്റ് മെമ്പേഴ്സ് അതാണ് കൂടുതൽ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ഫാസ്റ്റ് ചെയ്യാനായിട്ടായിരിക്കും ഇച്ചിരി കൂടി ഈസി? എൻ്റെ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റിനോടാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്, മെലഡിയോട് അത്ര ഇല്ല. ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്യാനാ കൊച്ചിലെ മുതലേ അപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതും ഒക്കെ? അല്ല, കൊച്ചിലെ മുതലൊക്കെ നമ്മൾ മെലഡീസ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് പഠിച്ച ഫിലിം സോങ് ഏതാന്ന് വെച്ചാ ഇൻകം കവലെ. അതായിരുന്നു ആദ്യമായിട്ട് പഠിച്ച ഫിലിം സോങ്. ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കല്യാണത്തിനൊക്കെ ആണെങ്കിലും പോകുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇത് നെക്സ്റ്റ് എയിം എന്തൊക്കെയാ? നെക്സ്റ്റ് എയിം എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ഒരുപാട് പീസസ് ഇറക്കണമെന്ന് ആഗ്രഹമായിട്ട്. സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യണം. അങ്ങനെ എൻ്റെ മ്യൂസിക് എല്ലാവരും ലോകം ഫുള്ളും അറിയണമെന്ന് ഒരാഗ്രഹമുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബേസിക് ആയിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? കമ്പോസിങ് ഒക്കെ പാടിയാണ് നോക്കിയിട്ടുള്ളത്. ഇതുവരെ ഞാൻ ട്രൈ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും റെക്കോർഡിങ്. ഇപ്പം 12th ഒക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഡിഗ്രി ഒക്കെ ചെയ്യണം എന്ന് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വയലിൻ തന്നെ അതാണ് ചോദിച്ചത്. മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് പുറത്തൊക്കെ പോയിട്ട് ഇപ്പം എന്താ കുറച്ചുകൂടെ വെസ്റ്റേൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ടോ? എനിക്ക് വെസ്റ്റേൺ പഠിക്കുന്നുണ്ട് ഞാൻ. എന്തൊക്കെ ക്ലാസിക്കലും പഠിക്കുന്നുണ്ട്, വെസ്റ്റേണും പഠിക്കുന്നുണ്ട്. ക്ലാസിക്കൽ പഠിപ്പിക്കുന്നത് വിനീത് സാറാണ്. വെസ്റ്റേൺ പഠിപ്പിക്കുന്നത് കരോൾ ജോർജ് സാറാണ്. പുറത്തോട്ടൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? വിദേശത്തൊക്കെ പോയിട്ട് പഠിക്കാനായിട്ട്? അങ്ങനെയൊന്നുമില്ല, ഇതുവരെ പ്ലാൻ ഇല്ല. ഇല്ല. അതെ, എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നതാണോ അതോ ഇങ്ങനെ നാച്ചുറലി വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണോ? ഈ സ്റ്റേജ് ഷോസ് ആണെങ്കിലും എല്ലാം
എന്താ പാരൻസ് ആണ്. പേരൻസ് പറയുന്ന പോലെ. അതെ. അതെ. സിനിമയിലൊക്കെ എന്താ പറയുക, സിനിമയിലൊക്കെ ഇങ്ങനെ മ്യൂസിക് ചെയ്യാൻ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, ഡ്രീംസ് ഉണ്ടോ? അതൊക്കെ ഉണ്ട്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്താ ഛത്തീസ്ഗഡ് എന്താ വേറെ സ്റ്റേറ്റ് ചെയ്യുന്ന. അപ്പൊ ആണ് അങ്ങനെ അല്ല അതാണോ എന്നൊരു ഡൗട്ട്. അറിയില്ല. അപ്പനാണ് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഓഡിയൻസ് കൂടുതൽ എന്താ പറയാ, ഒരു കൂടുതൽ ലവ് കിട്ടുന്നത് നമ്മുടെ ഇവിടുന്നാണോ അതോ തമിഴ്നാട്, കർണാടകയൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ്? നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ. അവിടെയാണ് കൂടുതൽ ഫാൻസ്. നോർത്ത് ഇന്ത്യയിൽ ഷോ ചെയ്യാൻ പോവാറുണ്ടോ? നമ്മൾ ഇങ്ങനെ പ്രോഗ്രാമിന് പോകുന്നു, അങ്ങനെ അല്ലാണ്ട് അറിയത്തില്ല എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഇത് എപ്പോഴെങ്കിലും ഇത് പഠിത്തത്തെ ബാധിച്ചിട്ടുണ്ടോ, ഈ ഒരു പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് പോകുന്നത്? ഇല്ല. എല്ലാം എന്താ പൊക്കോളൂ. അങ്ങനെ ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു തരും. അഥവാ സ്കിപ്പായി പോയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തരും. ഏത് സബ്ജക്റ്റ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഠിക്കാനായിട്ട്? അങ്ങനെ ചോദിച്ചാൽ മ്യൂസിക് ഞാൻ പറയുള്ളൂ. സബ്ജക്റ്റ് ഒക്കെ ഒരു മ്യൂസിക് അല്ലേ? മ്യൂസിക് ഒരു സബ്ജക്റ്റ് ആണ്. മ്യൂസിക് അതല്ല, സ്കൂളിൽ പഠിക്കുന്ന കൂട്ടത്തില്. നമ്മളിപ്പോ കലോത്സവങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. വെറുതായിട്ടൊന്നും കൂടുതൽ കോൺസെൻട്രേഷൻ ഇതിനകത്തോട്ട് തന്നെയാ. ഇംഗ്ലീഷ് ആണ് ബെസ്റ്റ് ആയിട്ടിരിക്കുന്നത്. ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം ഓൺ കമ്പോസിങ് എങ്ങനെയാ? ഇപ്പൊ 10th ഒക്കെ കഴിഞ്ഞിട്ടാണോ അതോ ഇപ്പൊ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഒപ്പിക്കുന്നുണ്ടോ? ഒപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. പക്ഷെ 10th കഴിഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നല്ല നല്ല സിനിമകളുടെയും ആഗ്രഹിച്ച പോലത്തുള്ള ഷോസിൻ്റെ ഒക്കെ ഭാഗമാകാൻ പറ്റട്ടെ. ഒരുപാട് ഇനിയും ഇതിനെക്കുറിച്ച് എന്താ പറയുക, നമുക്കൊന്നും അറിയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ. അപ്പോൾ നല്ല നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റട്ടെ. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല എന്തു ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.